നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. എയർപോർട്ട് അതോറിറ്റിയിൽ 1 ലക്ഷം രൂപ ശമ്പളം. മാർച്ച് 14 വരെയാണ് അപേക്ഷിക്കാവുന്നത്. 206 ഒഴിവുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വെസ്റ്റേൺ റീജിയന് കീഴിലുള്ള നോൺ എക്സിക്യൂട്ടീവ്, സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. വിവിധ വിഭാഗങ്ങളിലായി 206 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ്. മാർച്ച് 24 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സീനിയർ അസിസ്റ്റന്റ് ഔദ്യോഗിക ഭാഷാ തസ്തികയിൽ 2 ഒഴിവുകളാണുള്ളത്. സീനിയർ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് 4 ഒഴിവുകളും സീനിയർ അസിസ്റ്റന്റ്സ് ഇലക്ട്രോണിക്സിൽ 21 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സിൽ 11 ഒഴിവുകളാണുള്ളത്. ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസസിൽ 168 ഒഴിവുകളാണ് ഉള്ളത്. അതേസമയം ഒഴിവുകളുടെ എണ്ണം താൽക്കാലികമാണ് എന്ന് പറയുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റിയുടെ വിവേചനാധികാരത്തിൽ ഉള്ളതാണ് ഈ നിയമനം. അതുകൊണ്ട് തന്നെ ഒഴിവുകളുടെ എണ്ണം കൂടുന്നതിനും അതുപോലെ തന്നെ കുറയുന്നതിനും സാധിക്കും. എങ്കിലും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ അറിയിപ്പ് നൽകാതെയോ ഒരു കാരണവും നൽകാതെയോ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ മാറ്റം വരുത്തുമെന്നും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഒരു അപ്പീലും സ്വീകരിക്കില്ല എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. പരമാവധി 30 വയസ്സ് പ്രായമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 36,000 രൂപ മുതൽ 1,10,000 രൂപ വരെയാണ് ശമ്പളമുണ്ടായിരിക്കുക. ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 31,000 മുതൽ 92,000 രൂപ വരെയും ഉണ്ടായിരിക്കും. ഇതിനു പുറമെ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ക്ഷാമബത്ത, അടിസ്ഥാന ശമ്പളത്തിന്റെ 35% തുല്യമായ ആനുകൂല്യങ്ങൾ, വീട്ടുവാടക അലവൻസ്, കോൺട്രിബ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും. എയർപോർട്ട് അതോറിറ്റിയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത്. ജനറൽ, OBC, EWS, എക്സ് അഗ്നിവീർ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. ഫീസ് റീഫണ്ട് ചെയ്യുന്നതല്ല. അപേക്ഷാ ഫീസ് ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ. SC, ST, PWBD, എക്സ് സർവീസ്മെൻ, എയർപോർട്ട് അതോറിറ്റിയിൽ 1 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ അപ്രന്റീസുകൾ, വനിതാ ഉദ്യോഗാർത്ഥികൾ എന്നിവർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.